ചന്തുവോ ആ ബാപ്പുട്ടി ഒരു 11 മണിയാകുമ്പോഴേക്കും വണ്ടിയായിട്ട് വരും. അണ്ണന്മാരോടൊരു 50 കെട്ട് ചീരേ പിഴുത് കെട്ടി വയ്ക്കാൻ പറ. കാശൊന്നും മേടിക്കണ്ട, കാശ് ഞാൻ മാർക്കറ്റ് പോയിട്ട് മേടിച്ചോളാം കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ മതി. വെച്ചോ. ആരുടെ ഇത്? ഇതിൽ കാശൊക്കെ ഉണ്ടല്ലോ. പാവം ആരാണാവോ? ഇനി നിന്റെ അമ്മായിയമ്മ എന്നാടി ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? ഇനി കാരണവരായിട്ട് തല്ലു പിടിച്ചാൽ ഇങ്ങോട്ട് കെട്ടിയെടുക്കും, ഇവിടുത്തെ സമാധാനം കളയാൻ വേണ്ടി. അവിടെ തല്ലു പിടിച്ച് ഇങ്ങോട്ട് വരും, ഇവിടെ തല്ലു പിടിച്ച് അങ്ങോട്ട് പോകും. വല്ലാത്തൊരു തള്ള. ഇവിടെ തല്ലു പിടിക്കുന്ന കാര്യമൊന്നും അമ്മ പറയണ്ട. അമ്മേനെയും കനകനെയും പേടിയില്ലാത്തോണ്ടാ തള്ള ഇവിടെ കിടന്ന് ഈ ചന്ദ്രഹാസം മുഴുവൻ എടുക്കുന്നത്. ഇത് ഞാനിപ്പൊ പറയട്ടെ, നമ്മുടെ ഈ കുടുംബത്തിനൊരു മഹിമയില്ലേ, അത് നമുക്ക് കളഞ്ഞു വിളിക്കാൻ പറ്റും. പിന്നെ മഹിമ അവരെന്നെ പന്ത് തട്ടണ പോലെ ഇട്ട് തട്ടണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ? തേച്ചാലും കുളിച്ചാലും പോത്തില്ല. അയ്യോ, അപ്പൊ നിന്റെ അച്ഛനോ? എന്റെ അച്ഛൻ കാര്യമുള്ള കാര്യത്തിന് മാത്രമേ പറയൂ. എന്റെ അമ്മയമ്മയും കാര്യമുള്ള കാര്യത്തിന് തന്നെ പറയൂ. അയ്യോ, അങ്ങനെ നീ പറയൊന്നും വേണ്ട. ഒന്ന് അടങ്ങി സത്യമല്ലോ സദ്യ ഉണ്ടെങ്കിലേ പച്ചക്കറി കൂടാതെ പിന്നെ 4-3-7 മലക്കറിയുടെ മുമ്പിൽ 40 പേരും ഇരിക്കുന്നു. അതിനുള്ള ജോലിയില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്റെ പൊന്നെ ക്ലീറ്റസ്, നിനക്ക് ഈ തിന്നുക കക്കൂസി പോകാം, തിന്നുക കക്കൂസി പോകാം, ഈ ഒരൊറ്റ ജോലിയുള്ള സത്യത്തില്. അമ്മ, ഞാനെന്ന് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും സമാധാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണ്. മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള പ്രമുഖരായ നേതാക്കന്മാർക്ക് പല കാര്യങ്ങളുടെയും തീരുമാനം എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ആ സ്ഥലം. എന്നിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്ത് ഇന്നത്തെ തീരുമാനം, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോണില്ല, ഇവിടെ തന്നെ കാണും. നല്ല തീരുമാനം. ക്ലീറ്റസ് ഇന്നെങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് കക്കൂസി പോലുള്ള തീരുമാനം. ഇവിടെ ഇരുന്നാലും പുറത്തു പോയാലും സംഗതിയൊക്കെ ഒരുപോലല്ലേ അമ്മേ? ഇവിടെ ഇരുന്ന വീട്ടിലുള്ള എന്തെങ്കിലും നശിപ്പിക്കും, പുറത്തിറങ്ങിയ പൊതുമുതൽ നശിപ്പിക്കും. അതെ, കൂടുതൽ വളവള പറയില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് എന്റെ രാഷ്ട്രീയ ഭാവി അവിടെ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ, ചേച്ചിന്റെ അവിടെ അത് ശരി. അവിടെ വാതിലും തുറന്ന് മലത്തിട്ട് രണ്ടാളും ഇവിടെ വന്നിരിക്കുക. അല്ല, അവിടുത്തെ രത്നമാണല്ലോ ഇവിടെ ഇരിക്കണേ, പിന്നെ അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. ഇതെന്താണ്? ചീരകൃഷിയൊക്കെ കഴിഞ്ഞപ്പോ കാശ് പേഴ്സിലൊക്കെ ആയി. കണക്ക് നോക്കാൻ ആള് വേണോ? അതെ, ഒരു 2000 എനിക്ക് തരാനില്ല. 4, 5, 6, 7, 7,500. എനിക്ക് 500. എന്തിനെ? അതെ, ഒരു 1000 കടി അമ്മ കടമായിട്ട് തരുമോ? അല്ല, അപ്പൊ അതൊക്കെ ഇത് 3000 രൂപ, അവക്കൊരു 500. നിങ്ങൾക്കാ? അതെ, അന്യന്റെ കാശ് മോഹിക്കരുത് കേട്ടോ. അമ്മാവൻ എപ്പോഴാ അമ്മാവൻ ഞങ്ങൾക്ക് അന്യനാണ്. അങ്ങനെ കാണല്ലേ, നമ്മളൊക്കെ സ്വന്തം അല്ലേ അമ്മ. എടാ, ഇതിപ്പോ ഞാൻ വരണ വഴിക്കാ പോസ്റ്റ് ഓഫീസിന്റെ റോഡിൽ നിന്ന് കളഞ്ഞിട്ടീതാണ്. അത് ആരുടെയാന്ന് അറിയാൻ വേണ്ടിട്ടാ ഞാൻ കളഞ്ഞിട്ടേ പൈസ. പാവ എത്ര കാശ് പോയതിന്റെ വിഷമം നമുക്ക് പറഞ്ഞറിയാം. ഇപ്പോഴേ ഇത് പേഴ്സ് കണ്ടിട്ട് എനിക്ക് പരിചയമുള്ള ആരുടെയോ പേഴ്സാണ്. പിന്നെ പെണ്ണുങ്ങളുടെ പേഴ്സാ. നിങ്ങൾ എന്താ പെണ്ണുങ്ങളുടെ കയ്യിലോട്ട് പഞ്ചായത്തിൽ, നമ്മുടെ പഞ്ചായത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ എനിക്ക് എല്ലാവരും അറിയാലോ. അവരുടെ ഇത് എന്ത് സംശയം? സ്വർണത്തിന്റെ അവിടെ ആ പൈസ ഇതിനകത്ത് വെക്ക് നിങ്ങൾ പേഴ്സ്. ഞാൻ ആളെ കണ്ടെത്തി കൊണ്ട് കൊടുക്കാന്നേ. വേണ്ട, എനിക്ക് കിട്ടിയതല്ലേ, ഞാൻ കൊടുക്കാറ്, എനിക്ക് കൊടുക്കാറിയാം. കഷ്ടമാണ് കേട്ടാ. ചില്ലറ പൈസ ഒക്കെ കിട്ടാ. എന്തിനിപ്പോ അതൊക്കെ നോക്കണേ? നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പൈസ നിങ്ങൾ പേഴ്സ് വെച്ചിട്ട് നമുക്കത് ഉചിതം. ഇതേ ഒരു ഫോട്ടോ ഉണ്ട് ഇതിനകത്ത്. ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ. കിട്ടിപ്പോയി, ആളെ കിട്ടിപ്പോയി. അതെ, ഇത് പിന്നെ പേര് സുഭാഷിണി. നമ്മുടെ വിറക് കട നടത്തുന്ന രാധാകൃഷ്ണന്റെ ഭാര്യയാണ്. ഞങ്ങൾ വലിയ കൂട്ടാ. അതെ, ഞാൻ കൊണ്ട് കൊടുക്കാം. പേഴ്സ് അതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ, നീ ഇവിടെ ഉള്ള. ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഈ ഫോട്ടോയുടെ മുകളിൽ ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ
കസേര വെച്ചാ എന്താ പറഞ്ഞ പേരെന്താ പറഞ്ഞത്? സുഭാഷിണി. ഞാൻ കൊണ്ട് കൊടുക്കാം, ഇത് വിളിക്കണ്ട. ഒന്ന് വിളിച്ചു നോക്കാലോ. വിളിച്ചു നോക്കാലോ. പാവം കാശ് കാണാണ്ടാകെ വിഷമിച്ചിരിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു നല്ല കാര്യം ഞാൻ സമ്മതിക്കാം. ഹലോ, ഇതേ വർഗച്ചോടം നടത്തുന്ന രാധാകൃഷ്ണന്റെ ഭാര്യ സുഭാഷിണി അല്ലേ? അല്ലേ? ഹലോ, നിങ്ങളുടെ പേരെന്താ? സുമ. അല്ല, നിങ്ങളുടെ എന്തെങ്കിലും കാണാതെ പോവേ കളഞ്ഞു പോവേ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാ. അതെ അതെ, കാശൊക്കെ ഉണ്ടായില്ല. അത് തന്നെ. ഇപ്പൊ ഞാൻ വിളിച്ച നമ്പറില്ലേ, ആ നമ്പർ, അത് എന്റെ ഫോൺ നമ്പറാ. അതിലേക്ക് വിളിച്ചാൽ മതി. അതായത് ഇങ്ങോട്ട് ഇന്ന് ഒഴിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ. ഈ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന്റെ അടുത്താ വീട്. അതെയോ? അപ്പൊ എപ്പോഴാ വരിക? കുഴപ്പമില്ല, പേഴ്സിന്റെ ഉണ്ടാവും കേട്ടാ. വന്നാ മതി, വന്ന് വിളിച്ചാ മതി, ഞാൻ തരാം. ശരി. അഴകേശൻ. അതെ. ആ കുട്ടി ഷൊർണൂര് പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പൊ വരുമ്പോ മേടിച്ചോളാം. ഇതൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാവട്ടോ, അതിന് സമാധാനായി. പൈസ കാണാതെ വിഷമിച്ചിട്ടുണ്ടാവും. എന്നാ ചായ കുടിക്കുന്ന നമുക്ക് ചായ കുടിച്ചിട്ട് വേണ്ടേ? ഇനി 2 ദിവസം വരെ നമ്മൾ കാത്തു വെക്കണം. 2 ദിവസം കഴിഞ്ഞല്ലേ കുട്ടി വരുള്ളൂ? അതെ. ആ പൈസ ഒരു 2 ദിവസത്തെ മറപ്പിന് തരുമോ? അമ്മ, അമ്മയുടെ ഒരു 500-ന് ചില്ലറ എടുക്കാൻ കാണുമോ അമ്മ? ചില 500-ൻ്റെ എടുത്തോണ്ട് വാ. 500-ൻ്റെ നോട്ട് എടുത്തോണ്ട് വാ, അപ്പൊ തരാൻ ചില്ലറ. അനുഭവങ്ങൾ പാളിച്ചകൾ. ഒരു ആവശ്യം ഉണ്ടായിട്ടൊന്നായിരിക്കൂല. ചുമ്മാ കടം ചോദിക്കുന്ന ഇപ്പൊ ഒരു ശീലമായിട്ട് മാറി. ഒരു നേരം പോക്ക് കിട്ടി പോയാ പോയി. കിട്ടൂലെന്ന് അറിഞ്ഞിട്ട് തന്നെ ചോദിക്കണേ. ഇതാണ് സ്വഭാവം. എന്തോ ചെയ്യാനാ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയയുടെ അമ്മച്ചിയും എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയാം? ഹലോ, ബൈബിൾ എടുത്ത് വെച്ച് നോക്ക്. ആര്? സുമേ? ആ. സത്യത്തിൽ ഇതിപ്പോ നിന്നോടും അമ്മേനോടും പറയാനുള്ള ചമ്മലും കൊണ്ടും മിണ്ടാത്തതാടാ പാവം. ഏത് സമയം ഫോണില്ല. എന്തൊരു സന്തോഷം അറിയോ ഫോൺ ചെയ്യുമ്പോൾ. എങ്ങോട്ട് തിരിയുമ്പോഴും എൻ്റെ അടുത്തോട്ട് ഓടി വരും. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ നാണായിട്ട് പറയാനും പറ്റണില്ല, എന്ന് പറയാതിരിക്കാനും പറ്റണില്ല. ഞാൻ കൊച്ചുമോളായിട്ട് വരൂലേ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്. എന്റെ അഭിപ്രായം സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വെറുതെ കല്യാണം കഴിച്ച് പിന്നെ ഏത് സമയം ആരെങ്കിലും ഒരാൾ കൂട്ടിന് വേണ്ടേ? പിന്നെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. അപ്പൊ എങ്ങനെയും താല്പര്യാന്ന്. പിന്നെ അല്ലാതെ രണ്ടും കൂടി ദൂരെ നേരെ വർത്താനം പറഞ്ഞപ്പോ 24 മണിക്കൂർ ഫോണില്ല. അമ്മയ്ക്കൊന്ന് ചോദിക്കായിരുന്നില്ലേ അമ്മേ? ഞാൻ ചോദിക്കാൻ വരട്ടെ, ഞാൻ ചോദിക്കാൻ. എന്താ ഒന്നും വരട്ടിക്കോട്ടാ, ഞാൻ ചോദിക്കാം. എന്നെ കുറെ വരട്ടിട്ടുണ്ട്, തിരിച്ചു കൊടുക്കാൻ ഇങ്ങോട്ട് വന്നേ എന്റെ പൊന്നോ. ഇതിപ്പോ ആളെ കാണാനും കൂടി ഇല്ലല്ലോ.
ഒന്ന് കാണാനേ ഇല്ലല്ലോ, വർത്താനം പറയാൻ കിട്ടണില്ല. ഓടിയായിരുന്നു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എവിടെ? പിന്നെ ഏതാ കോള് വരുന്നു? എടുക്കണില്ലേ? ഞാൻ ഹലോ, പിന്നെ വിളിക്കാം, പിന്നെ വൈകുന്നേരം വിളിക്കാം കേട്ടാ. ആരടാ? അത് ഫ്രണ്ട്, ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ട്. ഇങ്ങോട്ടൊന്ന് മാറിയെന്ന്. എടാ ഇങ്ങോട്ടൊന്ന് മാറിയേക്ക്. എന്തിന്? എടാ ഇങ്ങോട്ടൊന്ന് മാറിയേക്ക്. എടാ എടാ ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? എന്ത്? എനിക്കറിഞ്ഞൂടാ എന്താ. അവനൊന്നും അറിഞ്ഞില്ലേ? മറ്റേ ഈ ഒരു പെണ്ണുമായിട്ടൊക്കെ വലിയ അടുപ്പം, ഒരു പെണ്ണുമായിട്ട് അവൻ വലിയ അടുപ്പമാണ്, ഫോണിൽ കൂടെ സംസാരിച്ചെന്നോ എനിക്കൊന്നും അറിഞ്ഞൂടെ. എന്തൊക്കെ അടുപ്പം എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് എന്തോ ഒരു ആഗ്രഹം. ചീത്തപ്പനുണ്ടാക്കുന്ന പരിപാടികൾ ഈ വയസ്സുകാലത്ത് പ്രേമൊന്നും ഇല്ലടാ. അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയുണ്ട് പറയടാ. സുമല്ലേ? സുമ? ഏത് സുമ? അമ്മേ പേഴ്സ് പേഴ്സ് സുമ. പറ പറ കേക്കട്ടെ. ആ കുട്ടിയുടെ കാര്യം വെറുതെ ഓരോന്ന് പറയും. ആ പെണ്ണെന്താ പറഞ്ഞെന്നങ്ങ് വീട്ടുകാരോട്ടൊക്കെ നീ സംസാരിച്ചാ? അല്ലേ, ഫോൺ ചെയ്ത് സംസാരിച്ചല്ലോ. ഈ പേഴ്സ് അവളുടെ ആണെന്ന് ഈ സുമക്കുട്ടി പറഞ്ഞല്ലോ എന്നോട്. സുമ, യഥാർത്ഥത്തിൽ പേര് സുമക്കുട്ടി എന്നാണ്. സുമ. എല്ലാവരും അങ്ങനെ എത്ര വിളിക്കാം, വീട്ടിലൊക്കെ അങ്ങനെ വിളിക്കാം, ഇഷ്ടമുള്ളവർ വിളിക്കാം, വീട്ടിലങ്ങനെ വിളിക്കാം. പറ. എന്നിട്ട് ഈ പേഴ്സ് കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ എന്നോട്. അപ്പം എന്നോട് ചോദിച്ചു, നല്ല മനസ്സുള്ള ആളാണല്ലോ. പിന്നെ വർത്താനം സാധാരണ ഈ 5,000-8,000 രൂപയൊക്കെ പേഴ്സിലുണ്ടെങ്കിൽ അത് എടുക്കൂല എല്ലാരും. എന്നിട്ട് പേഴ്സ് കളയല്ലേ ചെയ്യാ. ഞാൻ നിങ്ങളെ പോലൊരു നല്ല മനുഷ്യനെ, വേറെ ആളുടെ പണം ആഗ്രഹിക്കാത്തൊരു മനുഷ്യനെ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ഈ പേഴ്സ് തിരിച്ചു തരാനുള്ള ഒരു നല്ല മനസ്സുള്ള എന്നെ കുറിച്ചൊക്കെ കുറെ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യണെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പണിയൊന്നുമില്ല, ചീരത്തോട്ടം ഇതൊക്കെയാണ്. പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്, ഞാനൊരു കർഷകനാണ് എന്നൊക്കെ പറഞ്ഞു. എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ നമ്മൾ ചോദിക്കുമല്ലോ അങ്ങോട്ട്, എന്തൊക്കെ വർത്താനങ്ങളും ചോദിക്കില്ല. അപ്പൊ ഞാൻ എന്താ കുട്ടി എന്ത് ചെയ്യണു എങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോ ഞാനൊരു കടയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു എന്നോട്. എങ്ങനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമാണ്? അങ്ങനെ എന്താന്ന് വെച്ചാ പറ. സംസാരത്തിന്ന് ആ കുട്ടിക്ക് താല്പര്യമുള്ള പോലെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. വേറെ പറഞ്ഞോളല്ലേ? അപ്പൊ നിനക്ക് സമ്മതാണോ? ഈ കുടുംബവും മഹിമയും കാര്യങ്ങളൊക്കെ നോക്കാതെ നമുക്കൊരു തറവാടുന്നുണ്ടല്ലോ അല്ലേ? ഇതനുസരിച്ചല്ലെങ്കിൽ പിന്നെ നമുക്ക് എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്തുവാടാ നീ ചില അമ്മാവന്മാര് വർത്താനം പറഞ്ഞ പോലെ വർത്താനം പറഞ്ഞു? അതെ, നീ കുടുംബത്തിനെ കുറിച്ചോളം നിനക്കറിയാം. അതൊക്കെ എന്തായാലും ഞാനും നോക്കില്ലേ. മേനോമാരാണ് അവര്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഈ കുടുംബവും കാശൊന്നും അല്ല വലുത്. അമ്മാവൻ ഇത്രയും പ്രായമായി, ഈ പ്രായത്തിൽ ഇനി ഒരു പെണ്ണ് കെട്ടണോന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, സുമക്കുട്ടിക്ക് 40 വയസ്സായിട്ടാണ്. 40 വയസ്സാകത്ത് വന്നിട്ട് പിന്നെ കുഴപ്പമില്ല. അല്ല, അപ്പൊ വേറെ എന്തോ കുഴപ്പമുണ്ട്? 40 വയസ്സായിട്ട് ഒരു പെണ്ണ് കല്യാണം കഴിക്കാതെ നിൽക്കണമെങ്കിൽ എന്തോ കുഴപ്പമില്ലടാ. അതൊരു വലിയ പ്രശ്നമാണത്. കല്യാണം കഴിച്ചതാ. കല്യാണം കഴിച്ച പെണ്ണ് ആളുകൾ ഓടിച്ചിട്ട് അടിക്കുകയല്ലോ. അങ്ങനെയല്ലടാ, ഈ ചെറുപ്രായത്തില് 18 വയസ്സിൽ അതിനെ കല്യാണം കഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ ഡൈവേഴ്സ് ആയിട്ട് ഭർത്താവ് വേണ്ടാന്ന് വെച്ച് പോയി. കുട്ടികളുണ്ടാ? ഇല്ല, സ്വഭാവം മോശമാണ്, അവനാണ് ഭർത്താവ് വേണ്ട വെച്ചിട്ട് പോയത്. അതൊന്നല്ല, അയാള് ശരിയല്ലാതെ വീട്ടുകാരെല്ലാരും കൂടി വേണ്ടാന്ന്. അത് ബന്ധമൊക്കെ വരെടുത്തിന്ന് പറഞ്ഞു, ഇപ്പൊ ഒറ്റയ്ക്കാണെന്നൊക്കെ പറഞ്ഞു. അതല്ലേ എനിക്കും താല്പര്യം ഉണ്ട് എന്ന് തോന്നി. അല്ല, ആ കുട്ടിക്ക് എന്നോട് താല്പര്യം ഉണ്ട് എനിക്ക് തോന്നിയത്. അങ്ങനെയല്ലേ? വീട്ടുകാരോട്ടൊക്കെ സംസാരിച്ചാ നീ? അതിന് കുട്ടി ഷൊർണൂർക്ക് പോയിരിക്കുകയാണല്ലോ. ഞാൻ ഷൊർണൂർ എവിടെ വെച്ചപ്പോ അമ്മയുടെ വീടാത്ര ഷൊർണൂര്. അവിടുന്ന് നാളെ വരുമ്പോ ഇവിടെ വന്നിട്ട് നേരിട്ട് കാണാ. ഒഴിഞ്ഞു പോകും നാണം വന്നിട്ട് അവസാനം. അല്ല, നേരിട്ട് കാണാന്ന് പറഞ്ഞല്ലോ.
നാളെ ഇങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് വരുന്നുണ്ട്, പേഴ്സ് മേടിക്കാൻ വരും. ആ പേഴ്സ് കൊടുക്കണമല്ലോ അവരന്ന്. അച്ഛനും അമ്മ എല്ലാവരും കൂട്ടി വരും. ആ കുട്ടി നേരിട്ട് വന്നിട്ട് കാണാം, എന്നിട്ട് കണ്ടിട്ട് അനൗപചാരിക പെണ്ണ് കാണാൻ. അങ്ങനെയൊന്നും ഇല്ലടി. നാളെ പെണ്ണുകാണാൻ അപ്പൊ അമ്മ എങ്ങനെ അമ്മ ഒരു തീരുമാനം പറ. അവന് പ്രായം ഇത്രയായി, കല്യാണത്തിന്റെ ബന്ധമൊക്കെ ഒഴിഞ്ഞ ഒരു പെണ്ണ്. അതെ, അതെ, ഏതാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം. എനിക്ക് എന്തോ ഇഷ്ടം തന്നെ. അതെ, ചേച്ചി അവരുടെ ഒന്നും കാര്യം നോക്കണ്ട. ചേച്ചിക്ക് അമ്മയെ പോലെയല്ലേ, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും നോക്കല്ലേ ചേച്ചി. അവന് നാണക്കേടുണ്ട് കേട്ടോ. ആരാ? അഴകേശന്റെ വീടല്ലേ? അതെ. എന്തേ? ഒരു പേഴ്സ് കളഞ്ഞു വരുന്നു, അതിവിടെ കിട്ടിയെന്നറിഞ്ഞ് വാങ്ങാൻ വന്നതാ. എന്താടാ ആകെ പെട്ടടി. പേഴ്സ് മേടിക്കാൻ വേണ്ടിട്ടേ അസ്ത്രീ പുറത്ത് വന്നിക്കണു. സുമക്കുട്ടിയാ? സുമക്കുട്ടിയല്ലടി, അതൊരു തള്ളയാടി. അതങ്ങനെ ഫോട്ടോ കണ്ട ചേച്ചിയല്ലേ വന്നേക്കണത്? അതാ തള്ളയുടെ ചെറുപ്പത്തിലത്തെ ഏതോ ഫോട്ടോ തോന്നിട്ട് ചേച്ചിയൊക്കെ വയസ്സ് തോന്നിക്ക് ഒരു പടി കളവേ വന്നു. ഇവന്റെ സ്വഭാവം ഇതാണ്. ഫോണിൽ കൂടെ എന്തെങ്കിലും സംസാരം കേട്ട ഉടനെ അവനങ്ങ് തീരുമാനിക്കും കൊച്ചു പെണ്ണാണെന്ന്. ദേഷ്യപ്പെടല്ലേ? 40 വയസ്സായുള്ളൂ എന്ന് പറഞ്ഞു കിളി പോലത്തെ ശബ്ദം കേട്ടപ്പോ ഞാൻ അറിയാത്ത വീട് പോയതല്ല. ഞാൻ എന്ത് വേണോന്നാ പറയുന്നത്? പറഞ്ഞിട്ട് അതിന് ഒഴിവാക്കി കാണണ്ടായില്ലേ? ഇവിടെ നിന്നോ, ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരാം. കഷ്ടമാണ് ഇതൊക്കെ. പറഞ്ഞു വിടില്ല, പറഞ്ഞു വിട്. എന്തായാലും കേൾക്കും. അഴകേശൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എടി ആ പേഴ്സ് എടുത്തോണ്ട് വാ. അഴകേശൻ എന്റെ അങ്ങോട്ട് കൊടുത്തുതരാം. എന്നാണ്ടേ നോക്കിക്കോ. അല്ലാണ്ട് അഴകേശൻ ഇവിടെ ഇല്ലേ? അയ്യോ, അഴകേശൻ അവന്റെ ഭാര്യയും മക്കളുമായിട്ട് പുറത്തോട്ട് പോയിരിക്കുകയല്ലേ. ഭാര്യയും കല്യാണം കഴിച്ചിട്ടില്ലെന്നാണല്ലോ. പിന്നെ കല്യാണം കഴിച്ചിട്ട് മക്കളും ആയില്ലയോ? അറിയില്ല. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അയ്യോ, ഞാൻ പറയല്ലോ, എൻ്റെ സഹോദരനായതുകൊണ്ട് പറയുന്നതല്ല. അവന് ഫോണിൽ കൂടെ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടാലുണ്ട് ഒരു വൃത്തികെട്ട സ്വഭാവം. നിന്റെ കാര്യമാണോ? സഹോദരനാണെന്ന് പറയണ്ടേന്ന് പറയണ്ടേ? ഇതെന്റെ മോള് സുമയുടെ പേഴ്സായിരുന്നേ. അവളാ ഇത് വാങ്ങാൻ ഇങ്ങോട്ട് വരായിരുന്നത്. അവൾക്ക് കടയിൽ നിന്ന് ലീവ് കിട്ടിയില്ല.
അതുകൊണ്ടാണ് ഞാൻ വന്നത്. അഴകേശനുമായിട്ട് അവള് ഫോണിൽ സംസാരിക്കേ എന്തൊക്കെ തീരുമാനിക്കുകയോ ഒക്കെ ചെയ്തിരുന്നതാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരാതിരുന്നതാ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അഴകേശൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. എന്തൊക്കെ അമ്മ പറഞ്ഞത്? Versus Alien.